മലയാള സിനിമയിൽ പുതുതായി രൂപീകരിക്കാൻ പോകുന്ന പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷനെ പിന്തുണച്ച് സംവിധായകൻ വിനയൻ സംഘടനയിൽ ചേരുന്ന കാര്യം ആലോചിക്കും. നിഷ്പക്ഷവും പുരോഗമനപരവുമായി ചിന്തിക്കുന്ന സിനിമാ സംഘടന വേണം. ജൂനിയർ ആർട്ടിസ്റ്റുകളെയും തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതാകണം പുതിയ സംഘടനയെന്നും വിനയൻ പറഞ്ഞു. ലേബി വിവരങ്ങളുമായി. ലേബി, വിനയൻ എന്താണ് നിലപാടെടുത്തിരിക്കുന്നത്? നേരത്തെ ഒരു ട്രേഡ് യൂണിയൻ രൂപത്തിലുള്ള ഒരു സംഘടന AMMAയ്ക്ക് ബദലായി എന്ന ആലോചന വന്നപ്പോൾ അതേക്കുറിച്ചും അനുകൂലമായ നിലപാടെടുത്തിരുന്നു. ഇപ്പോൾ മറ്റൊരു സമാന്തര സംഘടനയുടെ ആലോചനയാണല്ലോ നടക്കുന്നത്. അതിൽ താനും ഉണ്ടാകുമെന്നാണോ വിനയൻ പറയുന്നത്? സ്മൃതി, തീർച്ചയായും നേരത്തെ ആഷിഖ് അബു ഇത്തരത്തിലൊരു സമാന്തര സംഘടന സിനിമാ മേഖലയിൽ ഉണ്ടാകും, ഫെഫ്കയ്ക്ക് ബദലായി എന്നുള്ള രൂപത്തിൽ പറഞ്ഞ സമയത്ത് തന്നെ ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വന്ന ആളാണ് സംവിധായകൻ വിനയൻ. അതുമാത്രമല്ല, ഈ സമീപകാലത്തായി ആഷിഖ് അബുവിൻ്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന സമീപനം വിനയൻ പുലർത്താറുമുണ്ട്. അതുകൊണ്ട് തന്നെ ആഷിഖ് അബു പുതിയ സംഘടനയുമായി രംഗത്ത് വരുമ്പോൾ അതിൽ വിനയൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളൊരു സൂചന സിനിമാ മേഖലയിൽ എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. സിനിമാ മേഖലയിൽ പുതിയ സമാന്തര സംഘടന ആഷിഖ് അബുവിൻ്റെ നേതൃത്വത്തിൽ, അഞ്ജലി മേനോന്റെ നേതൃത്വത്തിൽ, അതുപോലുള്ള പുരോഗമനപരമായി ചിന്തിക്കുന്നവരുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ളൊരു സൂചന തന്നെയാണ് ഇപ്പോൾ വിനയൻ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലെ ചെറിയ ആർട്ടിസ്റ്റുകൾ, ഒപ്പം തന്നെ മറ്റ് സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ സ്റ്റാഫുകൾ, അത്തരത്തിലുള്ള എല്ലാവർക്കും തന്നെ നീതി ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു സംഘടന ബദലായി രൂപം കൊടുക്കുന്നത് നല്ലതാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വിനയൻ പറഞ്ഞതുമാണ്. അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ വിനയന്റെ പ്രസ്താവന ഇത്തരത്തിൽ വന്നിരിക്കുന്നത്. പുതിയ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ സൂചന നൽകിക്കൊണ്ടാണ് ആ പ്രസ്താവന വന്നിരിക്കുന്നത്. സ്മൃതി, ശരി. ലേബി സജിനാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ സംഘടനയുമായി സഹകരിക്കുമെന്ന കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.